നിറഞ്ഞ ഉസ്താദുമാരെ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഹദ് അഹദ് അഹദ്. ആരാണാ തേങ്ങുന്നത്? അങ്ങ് ദൂരേക്ക് നോക്കൂ. ഒരു മനുഷ്യനെയല്ലേ ഈ മരുഭൂമിയിലൂടെ വലിച്ചിഴച്ച് കൊണ്ടുപോകുന്നത്? ആരാണത്? എന്ത് ചെയ്തിട്ടാണ് ഈ ക്രൂരത? സഹിക്കാൻ പറ്റുന്നില്ല റബ്ബേ. രംഗം മക്കയാണ്. പുതിയ പ്രവാചകന്റെ ആഗമനമാണ് എല്ലാവരുടെയും ചർച്ചാ വിഷയം. കറുത്തവനോ വെളുത്തവനോ ഇല്ലാതെ പലരും അങ്ങോട്ടൊഴുകുകയാണ്. അടിമജീവിതം തീർത്ത് ഒറ്റപ്പെടലിൽ മോചനം തേടവെയാണ് തിരുനബിയെക്കുറിച്ച് ബിലാലും കേൾക്കുന്നത്. അതും തൻ്റെ ഉടമയായ ഉമയ്യത്തിൻ്റെ നാവിൽ നിന്ന്. പിന്നെ കാത്തുനിന്നില്ല. ബിലാലും എത്തി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ. ആരും അറിയാതെയാണ് അങ്ങോട്ട് ചെന്നത്. ഒട്ടകങ്ങൾക്കൊപ്പം ജീവിച്ചും അവരുടെ കൂട്ടിൽ കിടന്നുറങ്ങിയും ദുർഗന്ധം വിമിക്കുന്ന ഈ കാപിരിയെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വീകരിക്കുമോ എന്ന് ആദ്യം ഉണ്ടായിരുന്നു. എന്നാൽ ദാരുണ തകിടം മറിഞ്ഞു. തിരുദൂതർ എഴുന്നേറ്റ് വന്നു ആ കൈകൾ പിടിച്ചു. ഉമയ്യത്തിൻ്റെ ചാട്ടവാറേറ്റ് കരുവാളിച്ച ആ മുഖം തിരുകരങ്ങൾ കൊണ്ട് തടവി. ഹാ, എന്തൊരാനന്ദം! ചുടുമണലിൽ കിടന്ന് വെന്തുരുകിയപ്പോൾ നനഞ്ഞിട്ടില്ലാത്ത ആ കണ്ണുകൾ അപ്പോൾ നിറഞ്ഞൊഴുകി. സ്വന്തം നെഞ്ചിലേക്ക് ആ കറുത്തനവെ ചേർത്ത് വെച്ച് ദൂതറടക്കം പറഞ്ഞു, കരയരുതേ, അള്ളാഹു അല്ലാതെ ആരാധനയില്ല, അങ്ങ് അവൻ്റെ ഇലാഹ് തന്നെ. ഉമ്മയ്യത്ത് വെറുതെ വിടുമോ? വെയിലേറ്റ് പഴുത്ത മരുഭൂമിയുടെ മാറിൽ തൻ്റെ ഇടയനെ മലർത്തിക്കിടത്തി അയാൾ ആക്രോശിച്ചു. എന്നാൽ ബിലാൽ റളിയല്ലാഹു അൻഹു വാഴ്ത്തിക്കൊണ്ടിരുന്നു, അഹദ് അഹദ്. മർദ്ദനം മുറിവുകൾ മാറുമ്പോഴും ബിലാലിൻ്റെ മന്ത്രം മാറിയില്ല. ഒടുവിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിലയ്ക്ക് വാങ്ങി ബിലാലിനെ മോചിപ്പിച്ചു. പിന്നീട് റസൂലിൻ്റെ ബാങ്ക് വിളിക്കാരനായി തീർന്നു മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു. ഹിജ്റ 2-ാം വർഷം ബദ്ർ യുദ്ധം വന്നു. അതിൽ ശത്രുപക്ഷത്ത് ഉമയ്യത്തും ഉണ്ടായിരുന്നു. യുദ്ധം അവസാനിക്കാറെ ഉമയ്യത്തും മകനും പ്രാണരക്ഷാർത്ഥം ഓടി വന്ന് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്ത് കീഴടങ്ങി. ഇത് ബിലാൽ റളിയല്ലാഹു അൻഹു കാണാനിടയായി. നിഷേധികളുടെ നേതാവ് ഉമയ്യത്ത് ബിൻ ഖലഫ്, അയാളെ ഞാൻ വെറുതെ വിടില്ല. ഉയർത്തിപ്പിടിച്ച വാളുമായി ഉമയ്യത്തിൻ്റെയും മകൻ്റെയും തല കൊയ്യാൻ വന്ന ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു തടഞ്ഞു. ഇയാൾ എൻ്റെ ബന്ദിയാണ്. പക്ഷേ ബിലാൽ റളിയല്ലാഹു അൻഹു ഉമയ്യത്തിൻ്റെയും മകൻ്റെയും തല തൻ്റെ വാളിനിരയാക്കി. അപ്പോഴും അദ്ദേഹം ഉറക്കെ പറയുന്നുണ്ടായിരുന്നു, അഹദ് അഹദ് അഹദ്. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ ചരിത്രം ഞാൻ ഇവിടെ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.